ഹലോ ഗെയ്സ്, അപ്പോൾ ഞങ്ങൾ തമിഴ്നാടൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ലോഡ് വണ്ടിയിലാണ് പോണത്. അപ്പോൾ അതിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് വരുന്നത് ഈ മുതലാണ്. അപ്പോൾ നമ്മളിത് എവിടുക്കാണ് ലോഡ് എന്ന് പറഞ്ഞേ? കുമാരപാളയം അല്ലേ? അത് ഈരോട് ഭാഗം ഗോപി ചട്ടിപ്പാളയം അല്ലേ? 172 കിലോമീറ്റർ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 11 മണിയായി കാണും. എന്തായാലും രാവിലെ തട്ടിമുട്ടി ഒരു പുലർച്ചെ അവിടെ എത്തും. അപ്പോൾ നമ്മൾ പാലക്കാട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ട്. മഴ അത്യാവശ്യം പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്? ഗോപാലപുരം. ഇതോ കേരളത്തിലാണ് അല്ലേ? ഓ, പാലക്കാട് അപ്പോൾ എത്ര ഉണ്ട് അല്ലേ? ഞങ്ങൾ ടൗണിൽ നിന്ന് ഒരു ചെറിയ എളുപ്പവഴിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചാടി ലോറികൾ ഉണ്ടല്ലേ, ഒക്കെ ആൾട്ട് ചെയ്ത് ഉറങ്ങാണ്. എന്തായാലും ഞങ്ങൾ ഒരേ ഒരു പോക്കാണ്. 2 സൈഡ് പാടങ്ങൾ. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി അത് പറയാതിരിക്കാൻ വയ്യ. കേരള ചെക്ക് പോസ്റ്റ് എത്തി. ഏലം താവളം അല്ലേ? വേലൻ താവളം. അത് ശരി. ഇങ്ങനെ തമിഴ്നാട് ബോർഡർ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ പാലാണ് കേരള തമിഴ്നാട് ബോർഡർ. അപ്പോൾ നമ്മൾ ഇവിടെ ബോർഡ് എന്തോ ഇതായിട്ട് മരം എന്തോ വന്നിട്ട് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തമിഴ്നാട് കേരള ബോർഡർ കഴിഞ്ഞു, തമിഴ്നാട് എത്തി. ഇപ്പോൾ തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ പോലീസ് ഉണ്ടാവും. ഇല്ല, കഴിച്ചിലായി. ഏതായി സാധനമൊക്കെ ഇടിച്ച് മറിച്ചെടുക്കണല്ലോ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഈ കാണുന്നതൊക്കെ തെങ്ങാണ്. കണ്ടില്ലേ? അപ്പോൾ ഡ്രൈവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ രാത്രി പോകുന്നത് ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷ്വൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് കാണാനുണ്ട്. അതായത് വയലുകളും അതുപോലെ തെങ്ങൻ തോപ്പുകളും പ്രകൃതി തന്നെ കാണാനുണ്ട്. നമ്മുടെ ഷഫീഖ് ഭായി അവിടെ ഒരാളെ കണ്ടപ്പോൾ അവരോട് വഴി ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് എന്തോ മാനസികമായി എന്തോ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട്. അണ്ണനൊരു ഭ്രാന്തനാന്ന് പറയണേ. എന്തായാലും നമ്മളത് നോക്കാം. അത് നമ്മളാ കട്ടിങ് തിരിഞ്ഞു. ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് ഇറിട്ടാൻ കൊണ്ടൊന്നും കാണുന്നില്ല. കണ്ടമാനം പനകളാണ്. കരിമ്പനകള്, എണ്ണിയ തീരാത്ത കരിമ്പനകളാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ രാത്രി ആകുമ്പോ ഒന്നും കറക്റ്റ് കാണുന്നില്ല. പക്ഷെ എന്നാലും രാത്രി ഒരു വൈബാണ് അങ്ങനെ ഈ ഒരു പോരല്. എന്നാലും ചെറിയൊരു മഴ ഇവിടെ ഉണ്ട്. നമ്മള് ഈരോട് സേലം ഹൈവേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഒക്കെ ലോറികളാണല്ലേ, ലോറികൾ.
ആൾട്ട് ചെയ്തല്ലേ, ആൾട്ട് ചെയ്ത് കടന്നുറങ്ങാക്കാറല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ബേക്കറിയിൽ ചായ കുടിക്കാൻ കയറിയതാണ്. എന്തായാലും സൂപ്പർ ബേക്കറി, നല്ല ബേക്കറി അല്ലേ. അപ്പോൾ ഇനി 30 കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ടൈം 6 മണി. അപ്പോൾ കുമാരസല്ലപാളയം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കമ്പനിക്ക് ഒരു 10 കിലോമീറ്റർ. എന്തായാലും നല്ല രസമായി പോകുന്നു. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. എന്തായാലും ഒന്ന് ഉറങ്ങിപ്പോയി ഒന്ന് ഉറങ്ങി എണീറ്റപ്പത്തിന് 6:30 ടൈം ആയിട്ടുണ്ടാവും. ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരക്ക് കമ്മിയാണ്. ഇപ്പോൾ നല്ല 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണാം. അതിനൊരു കവാടുണ്ട്, തമിഴിലാണ് എഴുതിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല. പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ ഡ്രൈവർമാരുടെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച ജോലിയാണ്. കാരണം ഞങ്ങൾ അവിടുന്ന് ഒരു 10 മണിക്കാണ് അവിടുന്ന് പോകുന്നത്. എന്തായാലും ഒരു ആൾ ഉറങ്ങാതെ 3 മണിക്കൂർ വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അമ്പലം. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു വൈബാണ്. അതായത് നമുക്ക് ഓരോരോ ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗി. അമ്പലം ഓഡിറ്റോറിയം തോന്നുന്നു അല്ലേ, അമ്പലത്തിന്റെ. നല്ലൊരു വള്ള സംഭരണിയാണിത്. അപ്പോൾ നമ്മൾ പോകുന്ന കമ്പനിയിലേക്കുള്ള വഴിയാണിത്. ഇതാണോ കമ്പനി? പേപ്പർ മിൽ കമ്പനി അണ്ണനോട് വഴി ചോദിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെന്താണ് സംഭവം? ഒരു ഐഡിയ ഇല്ല. കമ്പനിന്റെ പാർക്കിങ്ങും പ്ലോട്ടുകളായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതല്ലേ, അതൊക്കെ ഓരോ പ്ലോട്ടായിട്ട് വിൽക്കാനാണ്. ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുണ്ടെങ്കിൽ മഞ്ഞക്കല്ല് മുറിച്ച് വിൽക്കണാണ്. അതെ അതെ. അപ്പൊ ഞങ്ങൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു. ഇതന്നെയല്ലേ ചോദിച്ചോ? നമ്മൾ കമ്പനി തന്നെയാണോ എന്ന് അറിയില്ല, സംശയം ചോദിച്ചു നോക്കുകയാണ്. എന്തായാലും കമ്പനിയിൽ എത്തിയിട്ടുണ്ട്, പേപ്പർ കമ്പനി. അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കമ്പനി അത്യാവശ്യം കാണാറുണ്ട്. ഇവിടെ പുറത്ത് ഇന്റീരിയർ വർക്ക് നടക്കുന്നുണ്ട് കമ്പനീൻ്റെ ബേസിൽ തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ വണ്ടി സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തേടി വന്ന സാധനം കമ്പനി വലിയൊരു കമ്പനിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കമ്പനീൻ്റെ ഉള്ളിലാണ്. പക്ഷേ എന്താ വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും അലൗഡ് ഇല്ല. അപ്പോൾ എന്തായാലും അവർ കാണാതെ ഞാൻ ഓരോ ഭാഗങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ പേപ്പർ കമ്പനി. അതായത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം മിഷനറികളും അതുപോലെ തന്നെ ആ മിഷനറി കട്ടിങ്ങുകൾ ഓരോ പാർട്സ് പീസുകളാക്കിയിട്ട് ഇതിനൊക്കെ ഇവിടെ ഭായിമാരാണ് ഇവിടെ വർക്കിനുള്ളത്. എന്തായാലും ഒരു സംഭവം തന്നെയാണത്. എന്തായാലും ഓരോ മിഷനറി അതുപോലെ തന്നെ ഭയങ്കര ശബ്ദമാണ് ഇവിടെ. അപ്പോൾ ഞാൻ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഒരു 5-6 ഭായിമാരുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ റോളുകൾ വണ്ടിയിൽ കയറ്റാൻ ഓരോ മിഷനറികളാണ് ഉണ്ടല്ലേ, ഓരോരോ മിഷനറി. അതുപോലെ എന്നോട് ബായി പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല, അപ്പോൾ പറഞ്ഞു കുറച്ച് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ്, CC ക്യാമറ നോക്കുകൊണ്ടെന്നൊക്കെ പറഞ്ഞു ബായിനോട്. അപ്പോൾ ഞാൻ കമ്പനീൻ്റെ ഉള്ളിൽ നിന്ന് പോന്നു, പുറത്തിറങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാനൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ അവിടുന്ന് ഒരു ബായ് എന്നെ പറഞ്ഞു ഇവിടെ ക്യാമറ ഉണ്ട്, അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളെന്തായാലും പുറത്ത് വണ്ടിയിലുണ്ട്, നമ്മളെ ഡ്രൈവർ നല്ല ഉറക്കാണ്. അപ്പോൾ കമ്പനിയിൽ ലോഡ് ഇറക്കി ഞങ്ങൾ പുറത്ത് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇനി നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.